ഹായ് ഹലോ നമസ്കാരം. നമുക്കിന്ന് ഒരു ഡെയിലി ലൈഫിൽ വളരെ യൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സുമായിട്ട് അങ്ങ് മുന്നോട്ട് പോയാലോ. ഇന്ന് ഞാൻ പറയുന്നത് കരി പിടിച്ച പാത്രങ്ങൾ എങ്ങനെ നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാമെന്നാണ്. എല്ലാവരും മിക്ക വീട്ടമ്മമാരും അന്വേഷിച്ച് നടക്കുന്ന ഒരു സംഭവമായിരിക്കും അല്ലേ. പാത്രങ്ങൾ നന്നായി കഴുകിയെടുക്കുക എന്നത് വൃത്തിയുടെ അടയാളം മാത്രമല്ല, അത് ആരോഗ്യത്തിൻ്റെ കാര്യം കൂടിയാണ്. ഭക്ഷണം പാകം ചെയ്യുന്നതും വിളമ്പുന്നതുമായ പാത്രങ്ങളൊക്കെ നന്നായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ പുറകെ കൂടുമെന്നതിന് യാതൊരു സംശയവുമില്ല. കരി പിടിച്ച പാത്രങ്ങൾ എങ്ങനെ വൃത്തിയാക്കുമെന്നത് പല ആളുകളെയും ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യമാണ്. പല ഡിഷ് വാഷ് സോപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടും നന്നായി സ്ക്രബ് ചെയ്തിട്ടും ഒക്കെ പാത്രങ്ങൾ വൃത്തിയാകുന്നില്ല എന്ന പരാതി പറയുന്നവരാണ് മിക്കവരും. എന്നാൽ ഇനി കരി പിടിച്ച പാത്രങ്ങൾ എങ്ങനെ വൃത്തിയാക്കും എന്നോർത്ത് വിഷമിക്കേണ്ട. ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ചില പൊടിക്കൈകളുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് നോക്കിയാലോ. ഒന്നാമതായി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സുലഭമായി ലഭിക്കുന്ന വിനാഗിരിയാണ്. വിനാഗിരി ഉപയോഗിച്ച് കരിഞ്ഞ പാത്രം നമുക്ക് വൃത്തിയാക്കാം. എങ്ങനെയെന്നല്ലേ? കരിഞ്ഞ പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൽ 1 കപ്പ് വിനാഗിരി ഒഴിക്കുക. ഒരു രാത്രി ഇങ്ങനെ വെക്കുക. രാവിലെ സാധാരണ സോപ്പ് ഉപയോഗിച്ച് പാത്രം വൃത്തിയാക്കിയാൽ കരി ഇളകിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്തത് വൈനാണ്. വൈൻ ഉപയോഗിച്ച് എങ്ങനെ കരി നീക്കം ചെയ്യാം എന്നല്ലേ? കരി പിടിച്ച പാത്രത്തിൽ വൈൻ ഒഴിച്ച് കുറച്ചു നേരം വെക്കുക. കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ കറുത്ത കറകളെല്ലാം അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾക്ക് കാണാനാകും. ശേഷം പാത്രം കഴുകുന്ന ഏതെങ്കിലും സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയാൽ മതി. അതുപോലെ തന്നെ ഉള്ളിത്തൊലി. കരിഞ്ഞ പാത്രത്തിൽ വെള്ളം നിറച്ച ശേഷം അതിലേക്ക് കുറച്ച് സവാള തൊലി ഇട്ട് കൊടുക്കുക. ഇനി പാത്രം അടച്ച് വെള്ളം ഉയർന്ന തീയിൽ തിളപ്പിക്കുക. 20 മുതൽ 30 മിനിറ്റ് വരെ ഈ വെള്ളം തിളപ്പിക്കണം. അതിനുശേഷം സോപ്പ് ഉപയോഗിച്ച് പാത്രം കഴുകി നോക്കും. സംഭവം നല്ല ക്ലീൻ ആയിട്ടുണ്ടാകും. ഇനി ഉപ്പാണ്. ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണകങ്ങൾക്ക് വൃത്തിയാക്കാനുള്ള സവിശേഷതയുണ്ട്. കരി പിടിച്ച പാത്രത്തിൽ നിന്ന് കറിയും ഭക്ഷണത്തിന്റെ അവശിഷ്ടവും ഒക്കെ നീക്കം ചെയ്യാൻ ഉപ്പ് നിങ്ങളെ സഹായിക്കും. ഇതിനായി വൃത്തിയാക്കേണ്ട പാത്രത്തിൽ ചെറിയ അളവിൽ ഉപ്പിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കുക. പിന്നീട് പാത്രം കഴുകുന്ന സ്ക്രബിൽ അല്പം കൂടുതൽ ഉപ്പ് ചേർത്ത് പാത്രം മുഴുവനും നന്നായി സ്ക്രബ് ചെയ്യുക. കറ ഇളകുന്നതിനോടൊപ്പം പാത്രം തിളങ്ങുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ചൂടുവെള്ളമാണ്. പാത്രം കരിഞ്ഞത് ശ്രദ്ധിച്ചാൽ ഉടനെ ഭക്ഷണം നീക്കിയ ശേഷം ഈ പാത്രം ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക. ഏകദേശം 1/2 മണിക്കൂറിന് ശേഷം നോക്കിയാൽ കറിയും ഭക്ഷണ അവശിഷ്ടങ്ങളും എല്ലാം ഇളകി വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി കാർബണേറ്റഡ് പാനീയങ്ങളാണ്. കരി പിടിച്ച പാത്രത്തിൽ ഏതെങ്കിലും കാർബണേറ്റഡ് പാനീയം ഒഴിച്ച് അല്പനേരം മാറ്റിവെക്കുക. കുറച്ച് മിനിറ്റിന് ശേഷം കറുത്ത കറകളും കരിയും എല്ലാം അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കാർബണേറ്റഡ് പാനീയങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും അത്ഭുതപ്പെടേണ്ട. ഇതെന്ത് സംഭവം? നമ്മളുടെ പെപ്സി കൊക്കക്കോളയൊക്കെ തന്നെ കേട്ടോ. ഇനി ടാർട്ടർ ക്രീമാണ്. വൃത്തിയാക്കേണ്ട പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ ക്രീം ടാർട്ടറും 1 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിക്കുക. വെള്ളം നന്നായി തിളച്ച ശേഷം പാത്രം അടുപ്പിൽ നിന്ന് മാറ്റുക. ഇനി പാത്രം കഴുകുന്ന സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. കരി അപ്രത്യക്ഷമാകുന്നത് കാണാം. ഇനി എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന മറ്റൊരു വസ്തുവാണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് എങ്ങനെയാണ് പാത്രങ്ങൾ വൃത്തിയാക്കുന്നത്? ഇതിലെ ബ്ലീച്ചിങ് സവിശേഷത കരിഞ്ഞു പിടിച്ചതെല്ലാം എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സഹായിക്കും. ആകെ ചെയ്യേണ്ടത് പാത്രത്തിൽ ബേക്കിംഗ് സോഡ ചേർത്ത് വൃത്താകൃതിയിൽ സ്ക്രബ് ചെയ്യുക എന്നത് മാത്രമാണ്. ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് പാത്രം സ്ക്രബ് ചെയ്യുന്നതിന് മുൻപായി ഏകദേശം 1 മണിക്കൂറെങ്കിലും പാത്രം നാരങ്ങ നീര് ചേർത്ത് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ലൈഫ് ഹാക്ക് ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഒക്കെ എത്തിക്കണം കേട്ടോ. അപ്പം മറ്റുള്ള ടിപ്സുമായി വീണ്ടും എത്താം. ടാറ്റാ ബൈ. എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കേരള സർക്കാർ ഹോസ്പിറ്റലുകളിലെ നവജാത ശിശുക്കൾക്കായുള്ള ബേബി കിറ്റ് വിതരണ പദ്ധതി. കൂടുതൽ വിവരങ്ങൾക്ക് 9072 300070.